അല്ല മച്ചന്മാരെ, നമ്മൾ ആക്ച്വലി ഇവിടെ ഓൾറെഡി സെറ്റിൽ ആയതിൻ്റെ ശേഷം നമ്മൾ മേടിക്കുന്ന ഒരു വീട് മോർഗേജിൽ എടുത്തിട്ട് വീട് മേടിക്കുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മളൊരു മോർഗേജിൽ നമ്മൾ എടുത്തിട്ട് നമ്മളൊരു കാർ മേടിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഒരു അസറ്റ് അല്ല, ലയബിലിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ആ ഒരു ആസ്പെക്ട് എങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത്. വെൽക്കം ടു ഡേ 8 ഓഫ് ഫൈനാൻഷ്യൽ ഫ്രീഡം ജേണി. നമ്മൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ജോബ് കിട്ടുക, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വീട് എടുക്കുക അല്ലെങ്കിൽ കാർ എടുക്കുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അത് മിക്കവാറും നമ്മൾ മോർഗേജിലാവും. പിന്നെ ആ ഒരു മോർഗേജ് അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമാവും നമ്മളുടെ അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ഡീക്കേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ആ ഒരു ഫസ്റ്റ് ഹോം ബൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റെൻറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന നമുക്ക് മേടിക്കുന്ന വീടിൻ്റെ വന്ന് അല്ലെങ്കിൽ മോർഗേജ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിൽ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് എന്ത് ഹെൽപ്ഫുൾ ആവും. നമുക്ക് ഇവൻതോ നമുക്കൊരു ജോബിൻ്റെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അസറ്റ് അവിടെ സപ്പോർട്ടിംഗ് ആയിട്ട് ഉണ്ട്. ഒരു